തൈപ്പൂയ കാവടി ആയതുകൊണ്ട് ഈ അമ്പലത്തിൽ ഈയിടെയായിട്ട് അന്നദാനവും പിന്നെ ഇതുപോലെ വിശേഷ പൂജയും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാകും. അതിനാലാണ് ഇത്രയും തിരക്കുള്ളത്. ഇത് റോഡ് സൈഡിലുള്ളൊരു അമ്പലമാണ്. ഈ ദേവിയുടെ പ്രതിഷ്ഠ അമ്പലത്തിൻ്റെ വെളിയിലായിട്ടാണ് ഈ ഒരു അമ്പലക്കുളവും ഒക്കെ ആയിട്ട് കാണപ്പെട്ടത്. വളരെ മനോഹരമായ ഒരു ദൃശ്യമായിരുന്നു. ഞാനൊരു 6:45 7 മണി അടുപ്പിച്ചാണ് അമ്പലത്തിലെത്തിയത്. നമ്മുടെ നാട്ടിലെ പോലെ അതേ രീതിയിലാണ് ഇവിടുത്തെ അമ്പലവും പ്രതിഷ്ഠകളെല്ലാം. ഹനുമാനുണ്ട്, ദേവിയുണ്ട്, ഗണപതിയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. നവഗ്രഹങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പ്രതിഷ്ഠകളും ഈ അമ്പലത്തിലും ഉണ്ട്. അന്നദാനത്തിനുള്ള ക്യൂ ആണ് ഇവിടെ കാണുന്നത്. ഈ ഒരു കുട്ടിയാണ് എല്ലാവർക്കും പ്ലേറ്റിൽ ഇല വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം എല്ലാവരും ഭക്ഷണം വിളമ്പുന്ന ക്യൂവിലേക്ക് നിന്നു. ഇവിടെ ബസുമതിയുടെ ചോറാണ് നമുക്ക് തരുന്നത്. ഇവിടെ മൗറീഷ്യസിലെല്ലാം ബസുമതിയുടെ അരിയാണ് അവർ തരുന്നത്. പിന്നെ സാമ്പാർ നല്ല ടേസ്റ്റുള്ളതായിരുന്നു. എല്ലാ കറികളും ടേസ്റ്റുള്ളതായിരുന്നു. പക്ഷേ സാമ്പാർ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയായിരുന്നു. പിന്നെ തക്കാളി കറി ഉണ്ടായിരുന്നു. പിന്നെ ബീൻസിൻ്റെ കറി, അങ്ങനെ 3-4 വെജ് കറികളുണ്ടായിരുന്നു. പിന്നെ ഒരു പേട ഉണ്ടായിരുന്നു. 2 തരം വേറെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. ഇഡ്ഡലി പോലെയൊക്കെ ഉള്ളൊരു ഷേപ്പായിരുന്നു അത്, തേങ്ങയൊക്കെ ഇട്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ഫുൾ അന്നദാനത്തിൻ്റെ ചോറും കറികളും ഉണ്ടായിരുന്നത്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസാണ്. അങ്ങനെ അന്നദാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി.